ഹലോ ഗേസ്, നിങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണിയൊന്നുമില്ല, അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ചെക്കന്മാർ പറഞ്ഞു അട്ടപ്പാടി പോകാൻ. ഒറ്റമായിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അട്ടപ്പാടി പോകണം. എന്നിട്ട് ഒറ്റ പുള്ളി ഒന്നും നോക്കിയില്ല, പുറത്ത് വണ്ടി എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ കൊട്ടശ്ശേരി റോഡാണ് വന്നത്. നേരെ മണ്ണാർക്കാട് വെച്ച് പിടിക്കിയത്. കൊട്ടശ്ശേരി റോഡ് സൂപ്പറാണ്, നല്ല സൂപ്പർ റോഡാണ്. ഞങ്ങൾ വെച്ച് പിടിച്ചു, സൂപ്പർ റോഡാണ്. അങ്ങോട്ട് പെട്ടെന്ന് എത്തി ഞങ്ങളവിടെ. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്താ വെച്ചാൽ മണ്ണാർക്കാടിന് അട്ടപ്പാടി റോഡ് കയറി. റോഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശം. ഒരു ബസ്സൊക്കെ വന്ന പൊടി മൊത്തം മുഖത്താണ്. ആ ഒരു പ്രശ്നം മാത്രമല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ മലനിരകളതൊക്കെ കാണുമ്പോൾ ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു പമ്പലിക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ചു അങ്ങോട്ട് ഒരു 150 ഉറുപ്പിക കണ്ടാണ്. പിന്നെ ചെക്കന്മാരൊക്കെ പറഞ്ഞ് എത്ര ദൂരം ഓടിച്ചു പോകുന്നുണ്ട്, ഒരു 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് കയറാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഇരുന്നു. പിന്നെ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റോഡായിരുന്നു. ഞങ്ങളൊരു ആവറേജ് സ്പീഡിൽ പോയി, കോർണറൊക്കെ ചെയ്തിട്ട് ആ ഒരു റേഞ്ചിൽ പോയി. ഞങ്ങളുടെ കൂടെ വന്ന ചെക്കന്മാർ ആദ്യമായിട്ട് അട്ടപ്പാടിക്ക് ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു വിട്ട് വന്നു. അവരതൊക്കെ കണ്ട് ആസ്വദിച്ച് വരികയായിരുന്നു. അതാണ് ഞങ്ങൾ അവിടെയാണ് നിന്നത്. അവർക്ക് കറക്റ്റ് വഴി അറിയില്ലായിരുന്നു, അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് വരികയായിരുന്നു ഞങ്ങൾ. പിന്നെ ആര് അട്ടപ്പാടിയിൽ വന്നാലും എവിടെ ഒന്ന് ബ്രേക്ക് ചവിട്ടാതെ പോവില്ല. അട്ടപ്പാടിയുടെ മെയിനായിട്ടുള്ളൊരു എയർപിൻ വളവാണ് ഇവിടെ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്നു. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, കുരങ്ങന്മാരൊക്കെ നോക്കി നിന്നു. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള കുരങ്ങൻ വേഗം ഓടി. പിന്നെ നേരെ വെച്ച് പിടിച്ചു ടോപ്പിലേക്ക്. പിന്നെ ഇവിടെ നേരെ മുകളിൽ പോയിട്ട് ബ്രേക്ക് ചവിട്ടിയത്. നേരെ പോയി ചവിട്ടിയത് ചായക്കടയിൽ. പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങി പുള്ളിങ്, പൊക്കോടി അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട്. പിന്നെ അതും ഇതൊക്കെ ആയി അങ്ങോട്ട് വലിച്ചു വരി തന്നു. പിന്നെ ചെക്കന്മാർ പറഞ്ഞു എന്തായാലും ഇത്ര വന്നാലും വല്ല വ്യൂ പോയിന്റ് പോയിട്ട് നോക്കിയിട്ടൊക്കെ പോവാറുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ജെല്ലിപ്പാറ കണ്ട് വിട്ടു. സൂപ്പർ റോഡാണ്, ചെറിയ റോഡാണ് പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പർ റോഡാണ്. മറ്റേ വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ വരണവരൊക്കെ സൂക്ഷിച്ചും കണ്ടും വരിക. ഞങ്ങളങ്ങനെ അവിടെ എത്തി. ചെറിയ വഴിയാണ്, അതിനെയാണ് കയറി പോണത്. നടക്കാൻ വയ്യാത്തവരാരും ഈ വഴിക്ക് വരരുത്, നല്ല നടക്കാണ്ട്. പിന്നെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം ഹൈ റേഞ്ചാണ്, ഒരിക്കലും നഷ്ടം പറയാനുള്ള സൂപ്പർ വൈബാ. ക്ഷീണിച്ചു, സൗണ്ടൊക്കെ പോയി ഗൈസ്. ആ റേഞ്ച് സ്ഥല കയറി കിട്ടിയ സൂപ്പർ വൈബ്, സൂപ്പർ വൈബാണ്. ജാതി വൈബാ. നടന്ന കാരണം എന്താണ് കുറച്ചുകൂടി ഒക്കെ ക്ഷീണിച്ചു. പകുതി എത്തി പോലും ഇല്ല, അപ്പോഴൊക്കെ ക്ഷീണിച്ചു ആൾക്കാർ. ഹലോ ഗൈസ്, ചെക്കന്മാരെത്തിനുള്ളൂ. ഞാൻ ആദ്യം ഓടി കയറി. സൂപ്പർ വൈബായിരുന്നു. ഫസ്റ്റ് എൻട്രിയിലുള്ള നല്ല സൂപ്പർ കോടയായിരുന്നു. എന്താ പറയുക, സൂപ്പർ വൈബ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കേണ്ട സ്ഥലം, അത്രയും സൂപ്പർ സ്ഥലം. അട്ടപ്പാടി ജെല്ലിപ്പാറ എന്നാണ് ഇവിടെ സ്ഥലപ്പേര്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട സ്ഥലം, ബെസ്റ്റ് സ്ഥലമാണ്. എന്താ പറയല്ലേ നടന്നു വന്നതിന്? പറയ് അഭിജിത്തെ, പറടാ. എന്താ പറയല്ലോ ചേച്ചി? കുട്ടിയോട്ടാ എന്താ പറയല്ലേ? ചെക്കന്മാരൊക്കെ പാറാൻ നോക്കുകയാണ് കേസ്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. സൂപ്പർ വൈബായിരുന്നു. പിന്നെ ഇതൊരു വൈകിട്ട് 5 മണിക്കുള്ളൊരു ക്ലൈമറ്റാണത്, എല്ലാവരും കാണേണ്ടതാണ് അതൊക്കെ. ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെക്കന്മാർ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും മലയുടെ മീത് കയറുമ്പോൾ ഇവിടെ ഒരു മോളെയും കൊണ്ടൊരു ഇതായ പോലെ ഒരു സൂപ്പർ പ്ലേസാണ്. ഇവിടെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു എൻട്രി, സൂപ്പർ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ കോട ഇതൊക്കെ കാണാൻ ഒരു സുഖം തന്ന് വല്ലാത്തൊരു വൈബായിരുന്നു. സൂപ്പർ കോട, മീതിക്ക് പോണേന്നനുസരിച്ച് സൂപ്പർ കോടയായിരുന്നു. സൂപ്പർ വൈബ്. അട്ടപ്പാടിയാന്ന് ആർക്കും തോന്നില്ല, അജാതി കോടയാണ് അട്ടപ്പാടിയിൽ. സൂപ്പർ വൈബാണ്. ഇവിടെ ചെക്കനൊക്കെ ക്ഷീണിച്ചു.
എടാ ഒരാളും കൂടി വരണ്ട, മൂപ്പര് ചടച്ച്. എന്താ കുട്ടുപോയി പറയല്ലേ? ഈ സ്ഥലം കൊണ്ടുവന്ന ആളെ കുറിച്ച് എന്താ പറയല്ലേ? പക്ഷെ നടന്നാലും അതിനുള്ള ഇത് കിട്ടിയില്ലേ? ഇല്ല, തീർച്ചയായിട്ടും സൂപ്പറാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്ത് ഇനിയുണ്ട് 2 പാറ അതുപോലെ. സൂപ്പർ വൈബാണ്. എന്തായാലും എല്ലാവരും വരേണ്ടതാണ്. ഒരു പ്രാവശ്യം എല്ലാവരും വരേണ്ട, അത്രയും സൂപ്പർ സ്ഥലമാണ്. പവറല്ലേ? വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഫുള്ള് ഇരുട്ടായി. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കാലൊക്കെ അട്ട കടിച്ച് സാമ്പാറാക്കി ഇരിക്കണം. ഫുള്ള് ചോരപ്പുഴ. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചായ കുടിക്കാൻ വേണ്ടി കടയിൽ നിർത്തിയതാണ്. നോക്കുമ്പോൾ കാലിൽ ഫുള്ള് ചോര. പക്ഷെ എന്താ പറയുക, വല്ലാത്ത അനുഭവമായിപ്പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.